ഹലോ, ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. പുഷ്പ 2 രണ്ടാം ദിനം കളക്ഷൻ ഫൈനൽ ട്രാക്ഡ് കളക്ഷൻസ് പുറത്തു വരുമ്പോൾ ഗംഭീര കളക്ഷനാണ് കേരളത്തിൽ നിന്ന് വരുന്നത്. ആദ്യ ദിവസത്തെ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് നേരെ വിപരീതമായാണ് കളക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അല്ലു അർജുൻ ഫാൻസ് ഉണ്ടെങ്കിൽ ഇടിച്ച് കയറിവ എന്ന് തന്നെയാണ് പറയുന്നത്. രണ്ടാം ദിവസം 1383 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 1,22,500 ആളുകളാണ് സിനിമ കണ്ടതായിട്ട് ട്രാക്കേഴ്സ് മുഖാന്തരം വരുന്നത്. സിനിമയുടെ ഓക്യുപ്പൻസി 31%, ആദ്യ ദിനം 62%. ഇന്ന് ഫൈനലായി വന്നിരിക്കുന്ന കളക്ഷൻ 1,99,00,000 രൂപയോളമാണ്. അതായത് 2 കോടി എന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം. 2.5 കോടിക്കടുത്താണ് സിനിമയുടെ ഇന്നത്തെ കളക്ഷൻ, അതായത് ഫൈനൽ ഗ്രോസ് വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 2 ദിവസം കൊണ്ട് ഏകദേശം 9 കോടിയോളമാണ് സിനിമ നേടിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ 10 കോടി എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുവെങ്കിലും നേരിയ ഒരു ഇടിവ് നമുക്ക് കാണാൻ കഴിയുന്നു. കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഇടിവ് കാണാനുള്ളെങ്കിൽ ബാക്കി എല്ലായിടത്തും തീ കളക്ഷൻ എന്ന് തന്നെ പറയാം. ഇന്ന് സിനിമ ഒരുപക്ഷെ 170 കോടിയായിരിക്കാം ഫൈനൽ കളക്ഷൻ വരുന്നത്. എന്തായാലും ആ ഒരു കളക്ഷൻ റിപ്പോർട്ടിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ശനി ഞായർ തീ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചെന്നൈയിൽ ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നു 70% തിയേറ്ററുകളിലും ഓറഞ്ച് മയം എന്നുള്ളതാണ്. അതായത് വെളുപ്പിനെ ഉള്ള കണക്കാണ് നമ്മൾ പറയുന്നത്. സിനിമയുടെ ഷോ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കണക്കുകളാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഷോ തുടങ്ങി കഴിയുമ്പോൾ ഏത് റേഞ്ചിലായിരിക്കും? നമ്മൾ തെലുങ്കിലും വേറെ ഒരു ഭാഷയിലേക്കും നോക്കാൻ പോയില്ല, കാരണം അവിടെയൊക്കെ ടിക്കറ്റ് ഇല്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ തന്നെ അറിയാവുന്നതാണ്. അതായത് അതായത് ശനി ഞായറും ഈ സിനിമയ്ക്ക് ടിക്കറ്റ് ഇല്ല എങ്ങും എന്നുള്ളതാണ്. കേരളത്തിൽ മാത്രമാണ് എവിടെയും നമുക്ക് കുറച്ച് പച്ച കാണാൻ കഴിയുന്നത്. എന്തായാലും ആദ്യ ദിവസം 294 കോടിയാണ് സിനിമ നേടിയതെങ്കിൽ രണ്ടാം ദിവസം 150 കോടിയോളം സിനിമ നേടും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ സിനിമ 450-470 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇനി ശനി ഞായർ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 2 ദിവസം കൊണ്ട് സിനിമ 450 അല്ലെങ്കിൽ 400 കോടിക്ക് മുകളിലെത്തുമെന്നുള്ളതിന് യാതൊരു സംശയങ്ങളുമില്ല. അതായത് ആദ്യ 4 ദിവസം കൊണ്ട് ഒന്നെങ്കിൽ 800 കോടി അല്ലെങ്കിൽ 900 കോടിയിലേക്ക് സിനിമ എത്തും. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളത് ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. കാണാൻ ആഗ്രഹിക്കുന്ന നാളെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ പറയാം. നിങ്ങൾ കേരളത്തിലല്ല മറ്റുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവിടുത്തെ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. തീർച്ചയായും സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.